മലാശയ ക്യാൻസർ അഥവാ റെക്ടൽ ക്യാൻസർ ഇന്ന് വളർന്നു വരുന്ന ഒരു പ്രശ്നമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റെക്ടൽ ക്യാൻസർ കാണപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. അതിൽ തന്നെ ഭൂരിഭാഗം രോഗികളും 50 വയസ്സിൽ താഴെ 40-45 വയസ്സ് പ്രായമുള്ള പുരുഷന്മാരും. മലാശയ ക്യാൻസറിൽ സർജറിയിൽ ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു പ്രശ്നം ബാഗ് വെക്കുക അല്ലെങ്കിൽ കൊളോസ്റ്റോമി ബാഗ് വെച്ച് പുറത്തേക്ക് മലം വരിക എന്നുള്ളതാണ്. അത് കാരണം തന്നെ പല രോഗികൾക്കും സർജറിയുടെ ഒരു താല്പര്യക്കുറവും ഒരു വിരക്തിയും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയ വന്ന പഠനങ്ങൾ അനുസരിച്ചിട്ട് ചില പേഷ്യൻസിന് നമുക്ക് ഈ ഓപ്പറേഷനും അഥവാ ബാഗും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഈ പേഷ്യൻസിന് നമുക്ക് റേഡിയേഷൻ കൊടുത്ത് അസുഖം ചുരുക്കി കഴിഞ്ഞാൽ, നമുക്ക് കീമോതെറാപ്പി ഇഞ്ചക്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20% രോഗികൾക്ക് നമുക്ക് ഈ ഓപ്പറേഷൻ തന്നെ ഒഴിവാക്കാൻ പറ്റും എന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അവരെ MRI സ്കാൻ ചെയ്ത് പരിശോധന ചെയ്ത് എൻഡോസ്കോപ്പി കൂടി ചെയ്തിട്ട് അതിലൊന്നിലും അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാ 3 മാസം കൂടുമ്പോൾ ചെക്കപ്പ് മാത്രം വെച്ച് അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ രണ്ടാമതൊന്നൊരു മാറ്റം, ഒരു 10% രോഗികൾക്ക് ഇമ്മ്യൂണോതെറാപ്പി കൊടുത്താൽ എഫക്റ്റ് വരുന്ന അസുഖങ്ങളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ റേഡിയേഷനും കീമോതെറാപ്പിയും ഒഴിവാക്കി സർജറിയും ഒഴിവാക്കി പൂർണ്ണമായി നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി മാത്രം കൊടുത്ത് അവരുടെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും